അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോളേജുകളിൽ റാഗിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന റാഗിംഗ് കേസുകൾ വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെയും കാര്യവട്ടം ക്യാമ്പസിലെയും അടക്കം റാഗിംഗ് കേസുകൾ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാം ഓർക്കുന്ന ഒരു പേരാണ് സിദ്ധാർത്ഥൻ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. ക്യാമ്പസിൽ ക്രൂര റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ മരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. സിദ്ധാർത്ഥൻ മരിച്ച് ഇന്ന് 1 വർഷം പിന്നിടുമ്പോഴും നീതി അകലെയാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. 2024 ഫെബ്രുവരി 18-ാം തീയതിയാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്താൻ പോലീസ് ധൃതി കൂട്ടിയ സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിലേക്ക് എത്തിച്ചു. കോളേജിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തുവന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന വിവരം വീട്ടുകാർ അറിയാനിടയാക്കിയത്. 16-ാം തീയതി മുതൽ SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറുകളും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചു. SFI പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതിനായിരുന്നു സർക്കാരിന്റെ നിലപാടുകൾ. ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികൾ ഉണ്ടായത്. തുടർന്ന് കേസിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ മരണത്തിന് ഉത്തരവാദികളായ 19 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഗവർണറുടെ ഇടപെടലിലൂടെ VCയും ഡീനും വാർഡനുമെല്ലാം നടപടികൾ നേരിട്ടു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് സർക്കാർ CBIക്ക് വിട്ടെങ്കിലും രേഖകളടക്കം കൈമാറുന്നതിൽ താമസം വരുത്തി കേസ് അന്വേഷണം വൈകിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി. പിന്നാലെ കേസിലെ പ്രതികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ തുടർ പഠനം നടത്താൻ അടുത്തിടെ ഹൈക്കോടതി അനുമതി നൽകി. എന്നാൽ ഈ ഉത്തരവിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം. ഇനി ഒരിക്കലും മറ്റൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കാനാണ് തങ്ങളുടെ പോരാട്ടമെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം കേസിന്റെ നാൾവഴികളിൽ ആവർത്തിച്ചിരുന്നു. എന്നാൽ അവിടം കൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ റാഗിംഗ് ക്രൂരതകൾ അടങ്ങിയില്ലെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരുടെ കൊടും ഭീകരമായ ചെയ്തികൾ വീണ്ടും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.